ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഓണത്തിനായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നോക്കിയാലോ. അപ്പോൾ ടിഷ്യൂവിനകത്തിൽ അജ്രക്ക് യോക്ക് പോർഷനിൽ വരുന്നൊരു കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. എക്സൽ സൈസിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തുണി 4ആയിട്ട് മടക്കിയിട്ടു. മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് 8 മാർക്ക് ചെയ്തു, താഴോട്ട് ആം ഹോൾ 6.5 മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ചെസ്റ്റ് വരുന്നത് 11.5 തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. വേസ്റ്റ് വരുന്നത് 13.5 ഹിപ്പ് നമ്മൾ കൊടുക്കുന്നത് 20 കേട്ടോ. വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 10.5, ഹിപ്പും 11.5. താഴോട്ട് നമ്മളിപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കുവാന്നേ. 46 ഫുൾ ലെങ്ത്ത്. തയ്ച്ച് വരുമ്പോൾ 44 അപ്പോൾ താഴെ സ്ലിറ്റിൻ്റെ അവിടെ 13.5 കൊടുക്കുന്നത്. ഹിപ്പിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. തയ്യൽ തുമ്പെല്ലാം മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആം ഹോള് 1 ഇഞ്ചിൽ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ വിട്ട് വരുന്നത് 3.5, 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങും അതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് കൊടുക്കുന്നത് 13.5. സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് 2.5 കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും കൊടുത്താൽ മതി. ഇനി യോക്കിൽ വെക്കാനുള്ള പീസാണ് ഇത്. അപ്പോൾ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് ഞാൻ 5.5 കൊടുക്കുന്നത്. ഇപ്പം നെക്കിൽ യോക്കിൽ വെക്കുന്ന തുണി. അപ്പോൾ 5.5 കൊടുത്താൽ 1/2 ഇഞ്ച് നമുക്ക് സൈഡ് മടക്കി അടിക്കുമ്പോൾ പോവും, 5 വരും. അപ്പോൾ ലെങ്ത്ത് കൊടുക്കുന്നത് 13.5. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കാം. ഞാനിപ്പോൾ 13.5 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാമേ. ഇതാ സെൻറ്റർ മാർക്ക് ചെയ്യണേ കറക്റ്റായിട്ട്. 5 താഴെ 5 വേണേ, സെയിം ആയിരിക്കണേ. ഇനി നമുക്കിൻ്റെ സൈഡ് 3 വശമൊന്നും മടക്കി അടിക്കണേ. മുകളിൽ മടക്കി അടിക്കണ്ട. കയ്യിലൂടെ വെക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയിലും നമ്മുടെ കൈയുടെ 12 ഇഞ്ച് നീളത്തിലുമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. 1.5 ഇഞ്ച് വീതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. 3.5 വീതി, താഴോട്ട് 5.5 ഞാൻ എടുക്കുന്ന നീളം കഴുത്തിൻ്റെ. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ചരിച്ച് വഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഇതേ രീതിയിൽ വേണ്ട പോലെ ചെയ്തെടുക്കണേ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് നെക്കാണ്. വരച്ചെടുത്തു. ഇനി ആ ക്യാൻവാസ് കവർ ചെയ്തെടുക്കാൻ ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡ് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ടിലായ യോക്ക് പോർഷനിൽ നമ്മുടെ അജ്രക്ക് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടാണ്, കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അജ്രക്ക് പ്ലേസ് ചെയ്ത് പിന്നൊക്കെ കുത്തിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ നമുക്ക്. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഞാൻ ലൈനിങ് വെച്ച്, ലൈനിങ്ങിൻ്റെ ചീത്ത ഭാഗമാണത്, നല്ല ഭാഗമാണ് മോളിരിക്കുന്നത്. അവിടെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മുടെ നെക്ക് അടിച്ചെടുത്തില്ലായിരുന്നോ, അത് വെച്ച് കൊടുക്കാം. ഇതേപോലെ. ഇനി പിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. പിന്ന് കുത്തിയിട്ട് നമുക്ക് ആ നെക്ക് വരച്ച് അതിലേ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവേ. സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിട്ട് കൊടുക്കാം. ഇനി അതിനെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുവാണേ, പതിച്ചടിച്ചെടുക്കുവാണേ. ഇനി ലൈനിങ്ങും ആ നെക്കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചെടുക്കാം. പിന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗം അടിച്ചെടുക്കാം. പിന്നെ 4 സൈഡൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജോയിൻ ചെയ്ത് അടിക്കാം. ബാക്കും ഇതേ രീതി ചെയ്തെടുത്തിട്ട് ഷോൾഡർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തുണി 4ആയിട്ട് മടക്കിയിടുവാണ്. ഇനി ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് 6.5 ആം ഹോള്, 13 വേസ്റ്റ്
20-ലാണ് ഞാൻ ടിപ്പ് കൊടുത്തേക്കുന്നത്. ഒന്നുകൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുവാണ്. ആം ഹോളും മാർക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്ക് സൈഡിലൂടെ അതേ രീതിയിൽ പതിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഇറക്കി വെക്കാം. ഇനി നമുക്ക് കയ്യിൽ വെക്കാനുള്ള അജ്രക്ക് പീസിൻ്റെ 2 സൈഡും അടിച്ചെടുത്തിട്ട് കയ്യിലോട്ടത് വെച്ച് കൊടുക്കാവേ. കൈയുടെ അടിഭാഗം മടക്കി അടിക്കണേ. ഞാനിവിടെ മടക്കി അടിക്കാൻ വിട്ടുപോയി. നിങ്ങൾ അടിക്കുമ്പോൾ മടക്കി അടിക്കുക. ഇതേപോലെ അജ്രക്ക് വെച്ചിട്ട് നമ്മുടെ സ്ലീവിൽ വെച്ച് കൊടുത്താൽ മതി. റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വലിച്ച് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ സ്ലീവിൻ്റെ ഭംഗി പോവും. ജസ്റ്റ് ലൂസാക്കി വിട്ടിട്ട് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാവൂ. കൈയുടെ വണ്ണം 5.5 അതുകൂടെ മാർക്ക് ചെയ്ത് നമുക്ക് എത്ര തയ്യൽ തുമ്പാണോ ഇടേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ സ്ലിറ്റ് അടിക്കുന്നത്. എപ്പോഴും സൈഡ് 2 സ്ലിറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് സ്ലിറ്റ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. മടക്കി അടിക്കുവാണ് കേട്ടോ. സ്ലിറ്റ് വളഞ്ഞു പോയാൽ എല്ലാം പോയി. സ്ലിറ്റ് തന്നെ വളഞ്ഞു പോയാൽ മൊത്തത്തിൽ അഭംഗിയാണ്. അപ്പോൾ സെൻറ്ററിൽ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി സെൻറ്ററിൽ ഒരു പിന്ന് കുത്തി കൊടുത്തു. ഞാനൊരു സൈഡിൽ നിന്നാണ് സ്ലിറ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അടിക്കുമ്പോഴാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാറ് കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാവാം. അപ്പോൾ ഇതേ രീതിയിൽ വളയാതെ നിർത്തി അടിച്ചത്. സ്പീഡിനടിച്ച് പോയാൽ വളഞ്ഞു പോകും കേട്ടോ. സാവകാശം അടിച്ചാൽ മതി. 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. ഇനി താഴ്ഭാഗം 2 വട്ടം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കണം. എന്നിട്ട് പതിച്ചടിച്ചാൽ മാത്രം മതി. വർക്ക് കംപ്ലീറ്റ് ആവും. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടാലോ? വായോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ? മനസ്സ് വെച്ചാൽ എല്ലാം പറ്റും. അപ്പോൾ നമുക്ക് ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വരുന്നത് 120 രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അജ്രക്ക് വരുന്നത് 150 രൂപ സംതിങ് ആണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടോട്ടൽ ഞാൻ എടുത്തേക്കുന്നത് 2.5 മീറ്ററാണ്. പ്ലസ് 1/2 മീറ്റർ അജ്രക്കും കൂടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.